ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റ് ആണ്, അതായത് സോസേജ് റോസ്റ്റ്. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ഐഡിയ ഒന്നുമില്ല. ചിക്കൻ അരച്ചിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കലുണ്ട്. സോസേജ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സോസേജ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രാങ്ക്സ് എന്നാണ് കാണുക. ആദ്യം ഡൗട്ടായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ലേനും, പിന്നെയാണ് ഞാനിത് വാങ്ങിയത്. 4 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ ഒരു തക്കാളിയും അതിൻ്റെ പകുതിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും. ഇനി നമുക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടക്കാം. ഈ സോസേജ് വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെയ്സ് എന്ന് പറയാൻ പറ്റൂല, അതിനെക്കാട്ടും കുറച്ചും കൂടിയും കട്ടിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സാൻഡ്വിച്ചെല്ലാം ഉണ്ടാക്കുമ്പോൾ നീളത്തിലുള്ള ബന്നിൽ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഇത് എൻ്റെ മോൻ പറഞ്ഞത് ഹോട്ട് ഡോഗ് എന്നാ പറയാമെന്നാ, എനിക്കറിഞ്ഞൂടാ. ഇത് ഞാൻ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സോസേജ് മൊത്തത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെള്ളമാണ്. ആ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം സോസേജ് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് നോൺ സ്റ്റിക്കിന് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സോസേജ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഉള്ളി കട്ട് ചെയ്തിട്ടെടുക്കാം. 4 ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പറഞ്ഞു തീരുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളി കട്ട് ചെയ്യലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോസേജിന്റെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി മുറിച്ചിടാം. ഞാൻ ഈ തക്കാളിയും മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോസേജ് എല്ലാം പൊരിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പൊരിക്കണമെന്നില്ല, ഇതുപോലെ പൊരിഞ്ഞിട്ടിയാൽ മതി. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് അരിപ്പയിലിട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിങ്ങനെ നോർമലായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കടല പൊരിക്കും പോലെ നമുക്കിത് ഇങ്ങനെ കഴിക്കാം. ചോറിന് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പൊരിച്ചിട്ട് തിന്നാം. ഇതിങ്ങനെ അധികം ഒന്നും നമ്മൾ ഉണ്ടാക്കണമെന്നില്ല, എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെ സോസേജ് എല്ലാം ഫുള്ളായിട്ട് പൊരിച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് മേലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. സോസേജ് പൊരിച്ചതിൽ നിന്ന് നെയ്യ് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ തന്നെ ആ നെയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നങ്ങ് വഴറ്റി കൊടുക്കണം. അതിനുശേഷമാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. വഴറ്റാൻ മറക്കണ്ട. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും. നെക്സ്റ്റ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റണം. 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുന്നുണ്ട്. കുറച്ച് വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പകുതി ഒന്ന് വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. വീണ്ടും മൂടി വെക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുമ്പം മൊത്തത്തിലൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള സോസേജ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി മസാല ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് കുരുമുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ്, ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂണേ കാണിച്ചിട്ടുള്ളൂ. പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം. ഇനി ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം, അധിക നേരമൊന്നും വെക്കണമെന്നില്ല. മൂടി തുറന്ന് നോക്കിയപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ എന്തിൻ്റെയും കുറവുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് കറിവേപ്പിലേൻ്റെയും മല്ലിച്ചപ്പിൻ്റെയും. ഇത് നമുക്ക് എല്ലാത്തിലും മസ്റ്റാണ്. ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്ത് റോസ്റ്റാലും കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലാണ് സൂപ്പറായിട്ട് ഉണ്ടാവുക. ഇത് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ഡ്രൈ ആയി കിട്ടും തോറും ഇതിൻ്റെ കളറ് മാറി വരും. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാണ് പറയുന്നത്. കുട്ടികളെല്ലാം ഉള്ളതാണെങ്കിൽ ഇത്രയും മതിയാവും. ഇത് കണക്കാണ്. ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നെയ്പ്പത്തിലും ഉണ്ടേനും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കാനും കുക്കറിൽ ആക്കുന്നതാണെങ്കിൽ വാട്ടേണ്ട ആവശ്യമില്ലാന്ന്. ഞാൻ എല്ലാം ചെയ്യുന്നതിൻ്റെ തൊട്ട് ഉള്ളിയും തക്കാളിയും കുക്കറിൽ വാട്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധിക നേരം ഉള്ളി വാടേണ്ട വരില്ല. എല്ലാം വേഗം സെറ്റായി കിട്ടും. ഈ സോസേജ് റോസ്റ്റ് സൂപ്പറാണ്. നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സോസേജ് സാൻഡ്വിച്ച് ആയിട്ടും പിന്നെ ഫ്രൈഡ് റൈസിലും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.